എല്ലാവർക്കും നമസ്കാരം. ഒരു ദുഃഖകരമായ വാർത്തയുണ്ട്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ കോനൂർ റേഷൻ കടയ്ക്ക് സമീപം താമസിക്കുന്ന തണ്ടയങ്ങാട്ടിൽ ശ്രീനിജൻ 52 വയസ്സെന്ന ഗൃഹനാഥൻ വീട്ടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടെത്തി. പ്രദേശവാസികൾ ഇന്നൊരു 3 മണിയോട് കൂടിയിട്ടാണ് ഇത് കണ്ടെത്തിയത്. തുടർന്ന് കൊരട്ടി പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്നായിരിക്കും സംസ്കാര കർമ്മങ്ങൾ. ശ്രീനിജന് ഭാര്യയും 2 ആൺമക്കളുമാണ്, പിന്നെ അമ്മയുമുണ്ട്. ഒരു 3 ആഴ്ചകൾക്ക് മുൻപാണ് ശ്രീനിധൻ ഭാര്യയുമായിട്ട് എന്തോ അസ്വാരസ്യങ്ങൾ കൊണ്ട് ഭാര്യയും മക്കളെയും വീട്ടിൽ നിന്നും മാറ്റിയത്. അവർ ഭാര്യയുടെ വീട്ടിലായിരുന്നു, കുട്ടികളും ഭാര്യയടക്കം. പിന്നീട് അമ്മയാണുള്ളത്. പക്ഷേ ഈ സംഭവം നടക്കുന്ന ഈ വീട്ടിൽ 2-3 ദിവസമായിട്ട് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണ് സംഭവിച്ചിരുന്നുള്ളതിനെ പറ്റിയിട്ട് കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറ്റു കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ പൊതുവേ നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചൊരു സംഭവം ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിന് ശേഷമായിരിക്കും അറിയാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീനിധനെ പറ്റി ആ പരിസര പ്രദേശങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള പല അഭിപ്രായങ്ങളാണ് കേൾക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും 52 വയസ്സുള്ള ഒരു ഗൃഹനാഥൻ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടെത്തി. മൃതദേഹത്തിനൊരു 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പലതരത്തിലുള്ള മാനസിക വിഷമങ്ങളും അല്ലെങ്കിൽ വാശികളും ഇതൊക്കെയായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് നാളുകളാണ് നമ്മളൊക്കെ ഈ ജീവിക്കുന്നത്. ആ ജീവിത കാലഘട്ടത്തിനുള്ളിൽ ഏറ്റവും സന്തോഷകരമായി ജീവിക്കുക എന്നുള്ളതാണ്, പണമില്ലെങ്കിലും സന്തോഷകരമായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ശ്രീനിജൻ എന്ന ഗൃഹനാഥൻ 52 വയസ്സ് വരെ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം സന്തോഷകരമായിരുന്നോ എന്നൊന്നും അറിയില്ല. ശ്രീനിജൻ എന്ന ഗൃഹനാഥൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ നേരുന്നു. നന്ദി, നമസ്കാരം.